അരുൺ, രാഹുൽ ഏറ്റവും ഒടുവിൽ പാലക്കാട് എപ്പോഴാണ് ഉണ്ടായിരുന്നത്? ഈ പരാതി കൊടുക്കുന്ന സൂചനകൾ നേരത്തെ തന്നെ ലഭിച്ചു കാണുമല്ലോ. അപ്പോൾ നേരത്തെ തന്നെ മുങ്ങിയോ, അതോ ഇത് വിവാദമായതിനു ശേഷം, ഇത് വാർത്തകൾ പുറത്തു വന്നതിന് ശേഷമാണോ അവിടെ നിന്ന് ഒളിച്ചോടിയത്? അനിൽ നമ്പ്യാർ, ഇന്ന് വൈകിട്ടോടുകൂടെയാണ് രാഹുൽ പാലക്കാട് നിന്ന് മുങ്ങിയിരിക്കുന്നത്. പാലക്കാട് തന്നെ മറ്റെവിടെയെങ്കിലും ഒളിവിൽ കഴിയുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത കുറവ് ഉണ്ട്. ഏതായാലും ഇന്ന് വൈകിട്ട് രാഹുൽ പാലക്കാട് കണ്ണാടി ഭാഗത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി, UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉൾപ്പെടെ പങ്കെടുക്കും എന്നുള്ളതായിരുന്നു ഇന്ന് രാവിലെയും മറ്റുമൊക്കെ അറിയിച്ചിരുന്നത്. ഏതായാലും ഈ വാർത്ത ഒരു വൈകിട്ടോടുകൂടെയാണ് പുറം ലോകത്തെത്തുന്നത്. ആ വാർത്ത വലിയ രീതിയിൽ മാധ്യമങ്ങളിലൊക്കെ വന്നതിന് പിന്നാലെ നിരന്തരം രാഹുൽ പങ്കെടുക്കാൻ സാധ്യതയുള്ള പരിപാടി സ്ഥലങ്ങളിലേക്കൊക്കെ മാധ്യമങ്ങൾ ചെന്നു. അതിനുശേഷം രാഹുലിനൊപ്പമുള്ള കോൺഗ്രസ് നേതാക്കളെയും മറ്റുമൊക്കെ നിരന്തരം മാറി മാറി വിളിച്ചു. അതുപോലെ തന്നെ രാഹുലിനെയും ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ യാതൊരു തരത്തിലും രാഹുലിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. രാഹുലിൻ്റെ പാലക്കാട് MLA ഓഫീസാണെങ്കിൽ ഇന്നിപ്പോൾ വളരെ നേരത്തെ തന്നെ പൂട്ടി എന്നുള്ളതാണ്. സാധാരണഗതിയിൽ രാഹുലിൻ്റെ MLA ഓഫീസ് തെരഞ്ഞെടുപ്പ് കാലം കൂടെ ആയതുകൊണ്ട് തന്നെ രാത്രിയിലൊക്കെ സജീവമായിട്ടുണ്ടാവാറുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ വൈകുന്നേരം ഒരു 4:30 ആകുമ്പോഴേക്കും നമ്മൾ മാധ്യമങ്ങൾ 4:30-5 മണിയാകുമ്പോൾ രാഹുലിൻ്റെ മണപ്പുള്ളിക്കാവ് ഭാഗത്തുള്ള MLA ഓഫീസിലേക്ക് എത്തിയപ്പോൾ MLA ഓഫീസ് പൂട്ടിയ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഏതായാലും രാഹുൽ പാലക്കാട് നിന്നും മുങ്ങി മറ്റേതെങ്കിലും ഭാഗത്തേക്ക് ഒളിവിൽ പോയോ, അതോ പാലക്കാട് തന്നെ എവിടെയെങ്കിലും ഒളിവിൽ കഴിയുകയാണോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടതായിട്ടുള്ളത്. ഏതായാലും നിലവിൽ രാഹുലുമായി യാതൊരു തരത്തിലും ബന്ധപ്പെടാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. മുൻകൂർ ജാമ്യം ഉൾപ്പെടെ ഹൈക്കോടതിയിൽ ശ്രമിക്കുന്നു എന്നുള്ളതും അറിയാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും രാഹുലിൻ്റെ രാജി ആവശ്യപ്പെട്ട സംസ്ഥാനത്തുടനീളം വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. പാലക്കാടും ഇന്നിപ്പോൾ വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെയാണ് രാഹുലിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഉണ്ടായത്. ഈ രാഹുലിൻ്റെ ഓഫീസിലേക്ക് അല്പസമയം മുൻപായിരുന്നു BJP യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തിയത്. രാഹുലിൻ്റെ MLA ഓഫീസ് പൂട്ടുകയും ചെയ്തു എന്നുള്ളതാണ്. BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ C കൃഷ്ണകുമാർ, അതുപോലെ തന്നെ പാലക്കാട് ജില്ലാ അധ്യക്ഷനായ പ്രശാന്ത് ശിവൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ആ MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. രാഹുലിനെ ABC പദ്ധതിയിൽ ഉൾപ്പെടുത്തി വന്ധ്യംകരിക്കണമെന്ന തരത്തിലൊക്കെ പ്രശാന്ത് ശിവൻ പ്രതികരിക്കുകയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഷാഫി പറമ്പിൽ ഈ പെൺകുട്ടിയെ സ്വാധീനിക്കാനും അതുപോലെ തന്നെ ഹെഡ്മാഷിന് പലതരത്തിൽ ഇതിൽ പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ ഷാഫിക്കെതിരെയുള്ള കൂടുതൽ വെളിപ്പെടുത്തലുകൾ, തെളിവുകളൊക്കെ വരും ദിവസങ്ങളിൽ പുറത്തു വരും ഈ വിഷയത്തിൽ എന്നുള്ളതായിരുന്നു C കൃഷ്ണകുമാർ പ്രതിഷേധത്തിൽ പറഞ്ഞത്. DYFIയും ഈ രാഹുലിൻ്റെ ഓഫീസിലേക്ക് പ്രതിഷേധം നടത്തുകയുണ്ടായി. രാഹുലിൻ്റെ ഓഫീസിൽ റീത്ത് വയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് DYFI കടക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇതിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ആവശ്യമായിട്ട് വരുന്നത്. ഒന്ന്, നേരത്തെ ഇതുപോലെ DYFI ഒക്കെ വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ സംഘടിപ്പിച്ച് പിന്നീട് പുറകോട്ട് വലിയുകയും മന്ത്രിമാരായ V ശിവൻകുട്ടിയും അതുപോലെ തന്നെ K കൃഷ്ണൻകുട്ടിയും മന്ത്രി MB രാജേഷൊക്കെ രാഹുലുമായിട്ട് വേദി പങ്കിടുകയും രാഹുലിനെ പലതരത്തിലും ഒരു മൗന പിന്തുണകൾ അവർ പ്രഖ്യാപിക്കുന്ന നടപടി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്, ഈ മന്ത്രിമാരുടെ ഭാഗത്തു നിന്നൊക്കെ പാലക്കാട് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് ഇതിൽ പുറകോട്ട് പോകരുത്, കൃത്യമായിട്ട് രാഹുലിൻ്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ഈ വിഷയത്തിൽ നേരത്തെ അല്പസമയം മുൻപ് രാഹുലിൻ്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ BJP ആവശ്യപ്പെടുന്നത്. മറ്റൊന്ന്, രാഹുലിനെ MLA സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ കോൺഗ്രസ് പറയണം എന്നുള്ളൊരു ആവശ്യവും ശക്തമാവുന്നുണ്ട്. ഏതായാലും രാഹുൽ രാജിവെക്കുമോ, രാഹുലിൻ്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട സ്ഥിതിയാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ രാജി ആവശ്യപ്പെട്ട് BJP യുവമോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധം. BJP ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ, സംസ്ഥാന ഉപാധ്യക്ഷൻ C കൃഷ്ണകുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. രാഹുലിൻ്റെ പാലക്കാട്ടെ MLA ഓഫീസ് പൂട്ടിയ നിലയിലാണ്. രാഹുലിൻ്റെയും പേഴ്സണൽ സ്റ്റാഫിൻ്റെയും ഫോൺ സ്വിച്ച് ഓഫാണ്. അതിനിടെ ഹൈക്കോടതി അഭിഭാഷകനുമായി ചർച്ച നടത്തി മുൻകൂർ ജാമ്യത്തിനായി നീക്കം തുടങ്ങിയിട്ടുണ്ട് എന്നും ഞങ്ങളുടെ പ്രതിനിധി അരുൺ ആലത്തൂർ പാലക്കാട് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു.